പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 27-ഉം 28-ഉം തിരുവചനം പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്തു പ്രതിഫലം നൽകാൻ കഴിയും? കേട്ടോ, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. അടുത്തിരിക്കുന്ന ആളുകളോട് പറഞ്ഞേ, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. പറഞ്ഞു കൊടുത്തേ, ഇരിക്കുന്നവരൊക്കെ പറഞ്ഞു കൊടുത്തേ, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുട്ടികളെ, നിങ്ങളെല്ലാവരും പരിശുദ്ധ അൽത്താരയുടെ മുൻവശത്താണ് വന്നിരിക്കുന്നത്. അതായത് യെശയ്യായുടെ പ്രവചനം 54-ാം അധ്യായം 13-ാം തിരുവചനം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 54 വേഴ്സ് 13 വചനം പറയുന്നു, കർത്താവ് നിന്റെ പുത്രനെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. അനേക മാതാപിതാക്കൾ വിഷമിക്കുന്നുണ്ട്. എൻ്റെ മകൻ്റെ കാര്യം, എൻ്റെ മകളുടെ കാര്യം എന്താവും? പഠന കാര്യങ്ങൾ എന്താവും? പഠിച്ചിട്ട് എൻ്റെ മകളിൽ അത് നിലനിൽക്കുന്നില്ലല്ലോ, ഓർമ്മ കിട്ടുന്നില്ലല്ലോ. പ്രത്യേകിച്ച് പരീക്ഷാ കാലമൊക്കെയാണ്. വിഷമിക്കുന്ന മാതാപിതാക്കളെ ഇതാ വചനം പറയാണ്, കർത്താവ് നിന്റെ പുത്രനെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. നിങ്ങളുടെ മക്കൾക്ക് ശ്രേയസ് ലഭിക്കുന്നത് കർത്താവിലൂടെയാണ്. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങളെ ആര് പഠിപ്പിക്കുന്നറിയോ? നിങ്ങളെ ദൈവം പഠിപ്പിക്കും. ആമേൻ, ആമേൻ. പ്രഭാഷകന്റെ പുസ്തകം 51-ാം അധ്യായം 23-ാം തിരുവചനം, പ്രഭാഷകൻ ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 51 വേഴ്സ് 23, അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. കണ്ടോ, അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ, നിങ്ങൾക്ക് പഠിക്കാൻ ഏതെങ്കിലും വിഷയങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ, ചില കാര്യങ്ങളോട് താല്പര്യക്കുറവുണ്ടെങ്കിൽ, ഇതാ ഈശോ നിങ്ങൾ വിളിക്കുകയാണ്, നിങ്ങൾ എൻ്റെ പക്കൽ വരട്ടെ. ഈശോയുടെ പക്കൽ വന്നാൽ നിങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ ലഭിക്കുമെന്ന് വചനം നൽകുന്ന ഉറപ്പാണ്. വീണ്ടും വചനം പറയുന്നു, എഴുതിയെടുത്ത് പഠിച്ചോണം കേട്ടോ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം. കാണാതെ അറിയാവുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഫിലിപ്പി 4:13 കണ്ട, കുറേ കുഞ്ഞുങ്ങൾക്കറിയാം. വചനം പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. മുമ്പിലിരിക്കുന്ന കുട്ടികളെല്ലാവരും വലതുകര ഉയർത്തിക്കേ. ലിഫ്റ്റ് യുവർ റൈറ്റ് ഹാൻഡ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ, കുട്ടികളെല്ലാവരും പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പം നമുക്ക് പഠിക്കാൻ കഴിവുണ്ടാവണമെന്നില്ല. നമ്മൾ പഠിച്ചിട്ട് ഓർമ്മയിൽ കിട്ടുന്നില്ല. നമുക്ക് പഠിക്കാനിരിക്കുമ്പോൾ ബോറടിക്കുന്നു, നമുക്കൊരു സ്വസ്ഥതയില്ല. എന്നാൽ എന്നെ ശക്തനാക്കുന്നവനിലൂടെ, വചനം പറയാണ്, എന്നെ ശക്തനാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഈശോയാണ്. ഈശോയിൽ ആശ്രയിക്കുന്നതോടൊപ്പം എന്ത് സംഭവിക്കും? നമുക്ക് ഇതിനുള്ള ശക്തി നമുക്ക് ലഭിക്കും. നമ്മുടെ ഉള്ളിൽ ഈശോ അത്ഭുതകരമായി പ്രവർത്തിക്കും. സ്വരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ പ്രവചനം 30-ാം അധ്യായം 11-ാം തിരുവചനം, നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 30 വേഴ്സ് 11 കേട്ടല്ലോ. വചനം എഴുതിയെടുത്ത് പഠിച്ചോണം. പ്രത്യേകിച്ച് പഠിക്കാൻ പറ്റുന്നില്ല, മടി, അലസത, മൊബൈൽ ഫോണിൻ്റെ അടിമത്തം, ചില ചീത്ത കൂട്ടുകെട്ടുകൾ, അനുസരണക്കേടിൻ്റെ ദുരാത്മാവ്, അങ്ങനെ പല വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്. വചനം പറയുവാണ്, നിന്നെ രക്ഷിക്കാൻ, നീ ഇപ്പോൾ ആയിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കർത്താവ് കൂടെയുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കൂടെയുണ്ട്, വേറെ ആരും ഉണ്ടാവണമെന്നില്ല. കുട്ടികൾക്ക് ഞാനിത് പറയുമ്പോൾ ചില കാര്യങ്ങളിൽ മനസ്സിലായിട്ടുണ്ടല്ലോ. എല്ലാ കാര്യത്തിനും കൂട്ടുകാർ കൂടെയുണ്ട്. പക്ഷേ ഒരു അപകടം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ആരും കൂടെയില്ല. നമ്മുടെ കൂടെ ആരും കൂടെയില്ല. നമ്മൾ വിഷമിക്കുന്നു, അയ്യോ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് വിഷമിക്കുന്നു. തലയ്ക്കകത്ത് നിരാശ കയറി വരുന്നു, ആത്മഹത്യ പ്രവണത കടന്നു വരുന്നു, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കുന്നു. എന്നാൽ വചനം പറയുന്നു, നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്. ഹല്ലേലൂയ. നെഹമിയ പ്രവചനം 2-ാം അധ്യായം 20-ാം വചനം, ബുക്ക് ഓഫ് നെഹമിയ ചാപ്റ്റർ 2 വേഴ്സ് 20, സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. വലതുകരമുയർത്തി കുട്ടികളെല്ലാവരും പറഞ്ഞേ, സ്വർഗത്തിന്റെ ദൈവം
ഞങ്ങൾക്ക് വിജയം നൽകും, വിജയം നൽകും. ഹല്ലേലൂയ. മറ്റൊരു നല്ല വചനം കൂടെ പറയാം. സെഫാനിയ, ബുക്ക് ഓഫ് സെഫാനിയ, സെഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. സെഫാനിയ 3:17. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. മക്കളെ വലതകര ഉയർത്തിപ്പിടിച്ച് ഏറ്റു പറഞ്ഞോളൂ, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മധ്യത്തിൽ ഇതാ കർത്താവുണ്ട്. വിജയം നൽകുന്നവൻ നമ്മളോടൊപ്പം ഉണ്ട്. വിജയം നൽകുന്നവൻ നമ്മളോടൊപ്പം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ലൊരു ഒന്നാന്തരം വചനം കൂടെ പറയാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1:5. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. ഇഫ് എനിവൺ ഓഫ് യു ലാക്സ് വിസ്ഡം, you should ask God and it will be given to you. You must ask to God. നിനക്ക് ജ്ഞാനമില്ലെങ്കിൽ, നിനക്ക് അറിവില്ലെങ്കിൽ നീ ആരോട് ചോദിക്കണം? നിന്റെ ദൈവത്തോട് ചോദിക്കണം. ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ വചനം അങ്ങോട്ട് വിശ്വസിക്കുക, ഏറ്റെടുക്കുക. നമ്മിൽ ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒരു വചനം കൂടെ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത് തിമോത്തിയോസിന് എഴുതിയ പുസ്തകം, 2-ാം പുസ്തകം 1-ാം അധ്യായം 7-ാം വചനം. ഈ വചനം ഇവിടെ ഇരിക്കുന്ന അനേക കുട്ടികൾക്ക് വളരെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വചനമാണ്. കാരണം എന്നറിയോ, നമ്മളിൽ പലർക്കും ഭയമുണ്ട്, ഭയം, ഫിയർ. കാരണം അതുകൊണ്ട് എന്ത് പറ്റുന്നു, നമ്മളെല്ലാ കാര്യത്തിൽ നിന്നും പുറകോട്ട് പോകും. ഭയം, എനിക്ക് കഴിവില്ല, എനിക്ക് ഗുണമില്ല, എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, എന്നെക്കൊണ്ട് അതിന് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ കാര്യത്തിൽ നിന്നും നമ്മളെ പുറകോട്ട് വലിക്കുന്നതാണ് ഈ ഭയം. തിമോത്തിയോസിന് എഴുതിയ പുസ്തകം, 2-ാം പുസ്തകം 1-ാം അധ്യായം 7-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു തിമത്തി, സെക്കൻഡ് ലെറ്റർ ചാപ്റ്റർ 1:7. എന്തെന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേ അൾത്താരയുടെ മുമ്പിൽ ഇരിക്കുന്ന മക്കളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചാടി എഴുന്നേറ്റ് നിന്നേ. എന്തോരം മക്കളാ വന്നിരിക്കുന്നല്ലേ. പോട്ട ആശ്രമം ഈ ശുശ്രൂഷ നടത്തുമ്പോൾ ഇത് അടുത്ത തലമുറയാണ്. ഈ ദേശത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച അനേക മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ് ഇവിടെ ഈ നിൽക്കുന്ന ഈ മക്കൾ. ഇരിക്കുന്നവരൊക്കെ നോക്കിക്കേ, എന്തോരം കുട്ടികളാണ് അല്ലേ, ആയിരക്കണക്കിന് കുട്ടികൾ. ഈ കുട്ടികളെ ഓർത്ത് ഇരിക്കുന്ന എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഇങ്ങനെ ഈ കുട്ടികൾ ഇവിടെ വന്നല്ലോ, നിങ്ങൾ വിളിച്ചപ്പോഴത്തേക്ക് മക്കൾ ഇവിടെ വന്നല്ലോ, അത് കർത്താവിൻ്റെ വലിയ സ്നേഹമാണ്. ഈ കുട്ടികൾ അനുഗ്രഹിക്കപ്പെട്ട കുട്ടികളാണ്, നന്മയുള്ള കുട്ടികളാണ്. അതുകൊണ്ടാണ് ഇവര് ഈ പോട്ടാശ്രമത്തിൽ ഇന്നേ ദിവസം ഇവർ വന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുട്ടികളെ ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, ഐ ആം വെരി ഗുഡ്. പറഞ്ഞേ, ഐ ആം വെരി ഗുഡ്. ഞാൻ വളരെ നല്ലവനാണ്, നല്ലവളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, യു ആർ വെരി ഗുഡ്. പറഞ്ഞു കൊടുത്തേ. കുട്ടികളെല്ലാവരും നല്ലവരാണ്. ഹല്ലേലൂയ. ഇനി മക്കളെ, ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. 2 കരങ്ങൾ ശിരസിൽ വെച്ച് കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ്. കീപ് യുവർ ബോത്ത് ഹാൻഡ്സ്. കേട്ടോ, ഇംഗ്ലീഷ് മീഡിയം കുട്ടികളൊക്കെ ഉണ്ട്, മലയാളം ഒന്നും മനസ്സിലാവണില്ല. കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ്. ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ചേ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കേണ്ട കേട്ടോ, നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ കുട്ടികൾക്ക് വേണ്ടി ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്ന് ബഹുമാനപ്പെട്ട വൈദികര്, ഇവിടെ ഇരിക്കുന്ന ദൈവജനം പ്രാർത്ഥിക്കുകയാണ്. ഇരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കളെ ഒരുപക്ഷെ വിളിച്ചിട്ട് ഇവിടെ വന്നിട്ടില്ല. നിങ്ങളുടെ മക്കൾ പല സ്ഥലങ്ങളിൽ, ഹോസ്റ്റലുകൾ, വിദൂരങ്ങൾ, പഠനത്തിനും ജോലിക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഇരിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഈ മക്കളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 6-ാം തിരുവചനം. എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. ഫോർ ദ ലോർഡ് ഗീവ്സ് വിസ്ഡം, ഫ്രം ഹിസ് മൗത്ത് കം നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇതാ ഈ വചനത്തിന്റെ ശക്തി ഈ ദൈവ മക്കളിലേക്ക് വെളിപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ പഠന കാര്യങ്ങൾ സമർപ്പിക്കുക. ഓൾ ദ ചിൽഡ്രൻ പ്ലീസ് റിമെമ്പർ
and pray for your studies. Especially certain subjects are very difficult for you. Right now, remember those subjects. Pray for your teachers. നിങ്ങളുടെ അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Pray for the school where you study. നിങ്ങൾ പഠിക്കുന്ന സ്കൂള്, ആ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ, ഇഫ് യു ആർ സിക്ക്, പ്രേ ഫോർ എ മൈറ്റി ഹീലിംഗ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ രോഗങ്ങളുണ്ടെങ്കിൽ ഈ സമയം ഇതാ ബഹുമാനപ്പെട്ട വൈദികർ നിങ്ങളെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ കർത്താവ് സൗഖ്യപ്പെടുത്തട്ടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക ദുഃഖമുണ്ടെങ്കിൽ, മേ ബി സർട്ടൻ ബിറ്റർ എക്സ്പീരിയൻസ് ഓഫ് യുവർ പാസ്റ്റ്, നിങ്ങളുടെ ഉള്ളിൽ ഇതിങ്ങനെ കിടക്കുകയാണ്, വിഷമം, ഓർത്തോർത്ത് ദുഃഖം. പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങളുടെ ഓർമ്മകളെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ മനസ്സിന്റെ ഭാരങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി പരിശുദ്ധാത്മാവ് നൽകട്ടെ. നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും തെറ്റായ സ്നേഹബന്ധങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങൾക്ക് വിടുതൽ നൽകട്ടെ. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, നിങ്ങൾ സംശയത്തോടു കൂടിയാണെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് കൃത്യമായ വഴി തുറക്കട്ടെ. ജെറമിയ പ്രവചനം 29:11, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 29 വേഴ്സ് 11. ഈ ശുശ്രൂഷ സമയത്ത് ഈ മക്കളിൽ സംഭവിക്കട്ടെ. നിന്നെ കുറിച്ച് കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഓ, ദൈവത്തിന്റെ ആത്മാവ് ഈ മക്കളിലേക്ക് പ്രവർത്തിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കുട്ടികളിൽ ആർക്കെങ്കിലും, ഏതെങ്കിലും വ്യക്തികളിൽ മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ, ഏതെങ്കിലും ഗെയിമിന്റെ അഡിക്ഷൻ, അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ചില തിന്മകളുടെ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ കടന്നു വന്നിരിക്കുക, ഉറക്കക്കുറവ്, ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കാത്ത പോലെ വലിയ ഭാരം അനുഭവിക്കുന്ന അവസ്ഥ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയം ഈ മക്കളിലേക്ക് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ സ്കൂളിലേക്കുള്ള യാത്ര, വാഹനങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെയായിരിക്കുന്ന സുഹൃത്തുക്കൾ, pray for your friends, pray for your teachers, pray for your parents, pray for your brothers and sisters, pray for your relatives, pray for everybody. ഈ ശുശ്രൂഷ സമയത്ത് അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഇരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. രണ്ട് കരങ്ങളും ഈ മക്കളുടെ മേൽ ഉയർത്തിപ്പിടിച്ച്, എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാം. ഈ മക്കൾ ഈ കാലഘട്ടത്തിന് അഭിഷേകമായിട്ട് മാറട്ടെ. ഒരു കാരണവശാലും ഒരു തിന്മയും ഈ മക്കളെ തൊടാതിരിക്കുവാൻ, ഒരു കാരണവശാലും ലോകത്തിന്റെ തിന്മയ്ക്ക് ഈ മക്കൾ അകപ്പെട്ടു പോകാതിരിക്കുവാൻ, ഒരു കാരണവശാലും തെറ്റായ ചിന്തകൾക്ക് ഈ മക്കൾ അകപ്പെട്ടു പോകാതിരിക്കാൻ, ഒരു കാരണവശാലും മൊബൈൽ ഫോണിന്റെ അടിമത്തത്തിൽ ഈ മക്കൾ പെട്ടുപോകാതിരിക്കാൻ, തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ടുപോകാതിരിക്കാൻ, മദ്യം മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ നിന്ന് പെട്ടുപോകാതിരിക്കാൻ, ഓ ദൈവത്തിന്റെ ശക്തി ഈ മക്കളിൽ നിറയട്ടെ. രണ്ട് കരങ്ങൾ ഇവരുടെ നേരെ ഉയർത്തിപ്പിടിച്ച് ദൈവജനമേ, അറിയാവുന്നത് പോലെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ, ജ്ഞാന, ബുദ്ധി, ശക്തി ഇവരിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മക്കളിലേക്ക് അഭിഷേക ശക്തി, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മക്കളിലേക്ക് അഭിഷേക ശക്തി വെളിപ്പെടട്ടെ. കൈയടിച്ച് പാടി പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുക. കൃപയ്ക്ക് മേൽ കൃപ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇവരിൽ നിറയട്ടെ. കൈകൾ ഉയർത്തി കൈയടിച്ചോ. യെസ്, പോരാ, നന്നായിട്ട് കൈകൾ ഉയർത്തി കൈയടിച്ച്. ആമേൻ. ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇത എഴുന്നേൽക്കുന്നു. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനാ. ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇത എഴുന്നേൽക്കുന്നു. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനാ. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനാ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ഈ മക്കൾ, ഇവർ ഈ ദേശത്തിന്റെ അനുഗ്രഹം, നിന്റെ കുടുംബത്തിന് അനുഗ്രഹം. ഈ മക്കളുടെ മടി, അലസത, ഉണർവില്ലായ്മ ഈ ശുശ്രൂഷ സമയം കർത്താവ് എടുത്തു മാറ്റുന്നു.
ഈ മക്കളുടെ അലസമായ ജീവിത വഴികളെ കർത്താവ് എടുത്ത് മാറ്റുന്നു. ഒരു പുതിയ അഭിഷേകം ഇവരിലേക്ക് നിറയുന്നു. വിശ്വസിക്കുന്ന ഓരോരുത്തരും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, പുതിയ അഭിഷേകം ഇവരിലേക്ക് നിറയട്ടെ. കരങ്ങൾ ഉയർത്തി ഈശോയേ. Hallelujah, 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 ആരാധന 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 ആരാധന.